ഇറ്റലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ നിന്ന് ഇപ്പോൾ നോക്കുന്ന സ്റ്റുഡൻസിന് ഒരു 3 ടിപ്സ് പറയാൻ വാട്ട് വിൽ ബി ദ ടോപ്പ് 3 ടിപ്സ്? ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഐ വുഡ് സേ ഇസ് ദാറ്റ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. നോ ദാറ്റ് നമുക്കത് ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യമല്ല. നമുക്ക് എന്തായാലും സ്ട്രഗിൾസ് ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഹാപ്പി ഡേയ്സ്. അതുപോലെ സ്കാംസിലൊന്നും പെടാതിരിക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തറവായിട്ട് എന്തിന് പോകുമ്പോഴും നമ്മൾ അതിനൊരു തറവ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ജെന്യുവനായിട്ട് ചെയ്യുമ്പം ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാതെ ജെന്യുവനായിട്ട് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം. അതേസമയം നമ്മൾ സ്വയം ഒട്ടും അധികം പ്രഷർ കൊടുക്കരുത്. നമുക്ക് എന്തായാലും പ്രഷർ എല്ലായിടത്തുനിന്നും ഉണ്ടാവും. പക്ഷെ അതല്ലാതെ നമ്മൾ സ്വയം അധികം തളരാണ്ട് നമ്മൾ കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയൊക്കെ തന്നെ. ഇപ്പോൾ ആക്ച്വലി അബ്രോഡ് പോകുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റിയ ഒരു അഡ്വൈസ് ആണത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 30,000+ സ്റ്റുഡൻസിനെ നമ്മുടെ ബീയിങ് അബ്രോഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒബ്വിയസ്ലി അവിടെ പോകുന്നവരാണെങ്കിലും ഐ തിങ്ക് ഈവൻ ഗായത്രി ആണെങ്കിൽ പോലും യു ഹാവ് ഓൾറെഡി പുട്ട് ഇൻ യുവർ പേജ് വെരി ഗുഡ് മൂമെന്റ്സ് ഓഫ് യുവർ സെൽഫ്. സോ ഇത് കാണുമ്പോൾ എവരിവൺ ഈസ് ലൈക്ക് വെരി എക്സൈറ്റഡ്. ഓ ദിസ് ഈസ് ദ കൂളസ്റ്റ് ലൈഫ് ഐ ആം ഹാവിങ്. സോ അതർ സൈഡ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഐ തിങ്ക് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് പിന്നെയും കുറച്ച് അറിഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഷോയുടെ ഒരു ഇപ്പോൾ തന്നെ ലൈക്ക് ഓരോ ക്വസ്റ്റിനകത്ത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് വി ആർ ഓൾസോ ട്രൈങ് ടു ഷോ ദം വാട്ട്സ് ദ അതർ സൈഡ് ഓഫ് ദീസ് തിങ്സ്. ബട്ട് ഇതൊക്കെ തരണം ചെയ്താലും ലൈക്ക് ഐ എം സ്റ്റിൽ സീയിങ് സം സ്റ്റുഡൻസ് ദേ വാണ്ട് ടു റിട്ടേൺ ടു India and stuff like that. So what's your end goal? Are you planning to return to India or are you trying to make a career there? ദാറ്റ് ഈസ് എ വെരി കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ബിക്കോസ് ഞാനും അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. അത് ആക്ച്വലി അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത്ര നല്ല പരിപാടിയല്ല. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫ് കുറച്ച് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും സംഭവം നോക്കുമ്പോൾ എന്താ ഞാൻ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട്. പക്ഷേ ഐ എം എ വെരി വാട്ട് യു സേ നല്ല സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നാട്ടിലാണെങ്കിലും ഐ യൂസ് ടു ഹാവ് പ്രിറ്റി ബിഗ് സോഷ്യൽ ഗ്രൂപ്പ് അറൗണ്ട് മീ, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും. സോ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അവിടെ നമുക്കെന്ന് പറയാൻ അധികം ആൾക്കാരൊന്നുമില്ല. സോ പെട്ടെന്നൊരു ലോൺലിനെസ്സിനോട്ട് പോകുമ്പം നമുക്ക് എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അതുപോലെ നമ്മുടെ ബാഡ് ഡേയ്സ്, എക്സ്ട്രീംലി ബാഡ് ഡേയ്സ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളത് ഒറ്റയ്ക്കാണെന്നുള്ളൊരു സംഭവം വരുമ്പോൾ പലരും ഇമോഷണലി തളർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എന്താ പോയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ പോയിട്ട് 2 വർഷമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പം അതത്രയും ചെറിയൊരു ഷോർട്ട് പീരീഡ് അല്ല. ബിക്കോസ് അതിൻ്റെ ഇടയിൽ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ പ്രശ്നങ്ങളാണ്. അത് നമുക്കാണ് അത് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. വി ഹാവ് ബീൻ ത്രൂ ദാറ്റ് ആൻഡ് വി നോ വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി. പിന്നെ ഒരുപാട് പിള്ളേർ ഈ പറഞ്ഞ പോലെ അവിടെ പറ്റാണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റീസിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രഷർ താങ്ങാണ്ട് സൂയിസൈഡൽ കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻസ് അല്ല, പക്ഷെ ബാക്കി കൺട്രിയിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രഷർ പറ്റാഞ്ഞിട്ട് വീട്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് പൈസ കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് വെച്ച് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അങ്ങനത്തെ ഫേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ബാഡ് തിങ്സ് ആർ ഓൾസോ ദെയർ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ആക്ച്വലി an escape from reality എന്ന് വേണമെങ്കിൽ പറയാം, ടു ബി വെരി വെരി ഓണസ്റ്റ്. ബിക്കോസ് ഐ എം എ പേഴ്സൺ ഹു ലവ്സ് ടു ടോക്ക്. സോ ഞാൻ അവിടെ പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അത്യാവശ്യം സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഇൻ ബിറ്റ്വീൻ എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് ട്രൈ ടു ഫോക്കസ് ഓൺ ഹാപ്പി തിങ്സ്. സോ ആൻഡ് ഓൾസോ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി ഐ ഹാവ് എ പ്ലാറ്റ്ഫോം, ഐ ക്യാൻ ഗോ ദെയർ ആൻഡ് ടെൽ പീപ്പിൾ വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ ഹിയർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ എന്തായാലും അവിടെ പോകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ദ മെയിൻ തിങ് ഇസ് ദാറ്റ് യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ഹാപ്പി മൊമെൻറ്റ്സ് യു ഹാവ് ആൻഡ് ബി സ്ട്രോങ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളാകെ വീക്കായി പോവായിരിക്കും, പക്ഷേ നമ്മൾ പതുക്കെ നമുക്ക് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവും നമുക്ക്. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ലൈഫ് പ്ലാൻ വെച്ചിട്ടുള്ള നിൽക്കുന്ന ഒരാളല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഇത് വേറെ, ആ ഒരു സംഭവം നമുക്ക് വരും. ചിലർ ഈ പറഞ്ഞ പോലെ കുട്ടികൾ അവർ ഉദ്ദേശിച്ച കോഴ്സ് ഒന്ന്, പക്ഷെ അവർ ചൂസ് ചെയ്ത കോഴ്സ് ചിലപ്പം അതിൻ്റെ സിലബസൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും, പേപ്പേഴ്സ് നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വിചാരിച്ച അതേ കോഴ്സ് ചിലപ്പോൾ കിട്ടണമെന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജി ആയിരുന്നു എടുക്കണം എന്നുണ്ടായിരുന്നത് മാസ്റ്റേഴ്സിൽ. പക്ഷേ
പക്ഷേ എനിക്ക് കിട്ടിയില്ല ബിക്കോസ് എൻ്റെ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഡിഗ്രിയുടെ നാട്ടിലുള്ള എക്സാംസ് എല്ലാം കഴിഞ്ഞെങ്കിലും എനിക്ക് ആകെ കൂടെ 4 സെമ്മിൻ്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇത് എനിക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഞാൻ ഈ 4 സെമ്മിൻ്റെ റിസൾട്ട് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യാം, രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഐ ഷുഡ് വെയിറ്റ് 1 ഇയർ. സോ ഞാൻ 4 സെമ്മിൻ്റെ റിസൾട്ട് വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടിയില്ല യൂണിവേഴ്സിറ്റീസിൽ ബിക്കോസ് 2 സെമ്മിൻ്റെ കുറവാണ്. നമ്മളെയൊക്കെ പ്രായവും നമ്മളെയൊക്കെ എക്സ്പീരിയൻസും വർക്ക് എക്സ്പീരിയൻസ് അടക്കമുള്ള ആൾക്കാരാണ് സെയിം കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ കുറച്ച് റിസർച്ച് ഫീൽഡ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് അതുണ്ടായത്. അപ്പം എനിക്കധികം കിട്ടിയില്ല. ലാസ്റ്റ് കിട്ടിയത് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് വിച്ച് ഇസ് റിലേറ്റഡ് ടു സൈക്കോളജി, ബട്ട് ഇറ്റ് ഹാസ് പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത പേപ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അയ്യോ ഇതെന്തത് ആ സംഭവം വരും. അത് ക്വൈറ്റ് നാച്ചുറലായിട്ടൊരു കാര്യമാണ്. നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുക, ഗിവ് യുവർ ബെസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻസ്. ഇപ്പോൾ ഐ വുഡ് ലവ് ടു സ്റ്റേ അറ്റ് ഇറ്റലി റൈറ്റ് നൗ. ഇനി ലൈഫ് എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് നോക്കാം. സോ ഇറ്റലിയിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് മൂവിങ് ഫോർവേഡ് ഇനിയൊരു നെക്സ്റ്റ് ഓപ്ഷൻ വയ്ക്കുമ്പോൾ ഇറ്റലി എന്തൊക്കെ കാര്യങ്ങൾ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ചൂസ് ചെയ്യരുത് എന്ന് പറയാമോ? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലി ചൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത് ലാംഗ്വേജ് ഒരു പ്രശ്നമായവരോടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇറ്റലിയിൽ സെറ്റിൽഡ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലാംഗ്വേജ് അറിയണം. അത് നാട്ടിൽ നിന്ന് പോകുമ്പോഴേ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയണമെന്ന് നിർബന്ധമില്ല. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ചിലവർക്ക് ഇറ്റലി ഭയങ്കര ഇഷ്ടമായി, ആ ഇഷ്ടം കൊണ്ട് ഇറ്റാലിയൻ പഠിച്ചിട്ട് അങ്ങനെ ആൾക്കാരായിട്ട് ഇത്രയും തിരിച്ച് നാട്ടിലോട്ടേ വരില്ല എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, ലൈക്സ് ഡിസ്ലൈക്സ് എല്ലാം മാറും.